A few moments later. They got the shooter. He's headed south on 5th Avenue. We got 3 cars in pursuit. All right, folks, come on, help us out. Move back. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ പേര് ആശിഷ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമേ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെൻഡ്രൈവുകൾ ഇതുപോലത്തെ എല്ലാ സാൻഡ് ഡിസ്കിൻ്റെ പെൻഡ്രൈവുകളിലും ഈ ഫ്രണ്ട് ഭാഗം ഡാമേജ് ആയി പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് 32 GB ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അങ്ങനെയുള്ള പെൻഡ്രൈവുകൾ എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ഊരാനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡ് വെച്ച് നമുക്ക് ജസ്റ്റ് പയ്യെ ഒന്നാക്കി ചെയ്യുക. കാരണം അതിൻ്റെ അകത്ത് ബോർഡ് ഇരിക്കണോണ്ട് ബോർഡിന് ഡാമേജ് വരാതെ ചെയ്യണം. മൂന്ന് 4 ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് അങ്ങ് ഊരിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ പെൻഡ്രൈവിൻ്റെ ബോർഡ്. ഈ ബോർഡിന് ആദ്യം ഡാമേജ് ഉണ്ടോയെന്ന് നോക്കുക. ഇവിടെ ചെറിയൊരു ഡാമേജ് ഉണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്തിടാം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്ററിൽ ബസർ മോഡിലിടുക, അല്ലെങ്കിൽ ഡയോഡ് ചെക്ക് ചെയ്യണം അത് ഇട്ടാൽ മതി. ഇട്ട ശേഷം മൾട്ടിമീറ്റർ വർക്കാണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിനും വെച്ച് നോക്കുക ഇതുപോലെ. അപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ വർക്കാവുകയാണ്. കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡാമേജ് ഇല്ലാതെ ലൂസായതാണ്, കുഴപ്പമില്ല. ഇതായിരിക്കും അപ്പോൾ കംപ്ലൈൻറ്റ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വേറൊരു USB പ്ലഗ് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഈ റിബൺ വയറാണ്. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. 1 മീറ്ററിന് 20 രൂപ വരെ അടുത്തൊക്കെ വേണുള്ളൂ. ഇതിൽ നമുക്ക് 4, ഇത് 10 വയറുണ്ട്. ഇതിൽ നമുക്ക് 4 വയർ എടുക്കാം. പിന്നെ ഇത് 4 എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മീറ്റർ എടുക്കാം. അപ്പം എനിക്ക് ഇത്ര മതിയാവും. ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ച് സോൾഡർ ചെയ്യണം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അതേപോലെ ഇനിയിപ്പോൾ ഇവിടെ പ്ലഗ് വേണം. USB പ്ലഗ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ USB പ്ലഗ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു പഴയ മൊബൈൽ ചാർജറിനാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വല്ല ഇതുപോലെ USB വല്ലത്തിലുള്ളതൊന്ന് ഊരി എടുത്താലും മതിയാവും. ഇല്ലെങ്കിൽ കടയിൽ മേടിക്കാൻ കിട്ടും. 10 രൂപ അകത്താണ്ട് വില വേണുള്ളൂ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഇതിലാണ് വയർ ഒട്ടിക്കാനുള്ളത്. കാരണം എന്നാൽ നമുക്ക് എളുപ്പമാവില്ല, അല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് ഇത് ഇവിടെ വെച്ച് സോൾഡർ ചെയ്യണം. ഇവിടെ വയർ ഒട്ടിച്ച ശേഷം ഇത് തിരിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യും, വയറൊന്ന് ഇൻസുലേഷൻ കളഞ്ഞെടുക്കാം. കളയാനായിട്ട് എളുപ്പം കുറേ വഴികളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നെയിൽ കട്ടറാണ് ഉപയോഗിക്കുന്നത്. നെയിൽ കട്ടർ വെച്ച് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും.
അതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫ്ലെക്സിലൊന്ന് തേച്ച ശേഷം നമുക്കിത് സോൾഡർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിത് സോൾഡർ ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ലെഡ് എടുക്കണം. ലെഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കറക്റ്റായിട്ട് ചെയ്യുക. കാരണം ചൂടാണ്, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ, കാരണം എനിക്ക് കുറേ ലെഡായിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ സോൾഡർ ചെയ്തെടുക്കാൻ പോകുന്നത്. കുറച്ച് ഫ്ലെക്സ് ഇതിലൊന്ന് തേച്ച് കൊടുക്കുക. ചെയ്ത് ഇത് ഷോർട്ടായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നേരത്തെ എടുത്ത പോലെ തന്നെ ബഫർ മോഡിലിട്ട ശേഷം ആദ്യം ഈ വയറും കൂടെ ഒന്ന് നോക്കുക. നല്ല ഡീപ്പും കേൾക്കുന്നുണ്ടെങ്കിൽ ഷോർട്ടായി എന്നാണ് എൻ്റെ അർത്ഥം. കേട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അല്ല, കുഴപ്പമില്ല, ഷോർട്ടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കിത് ഈ ബോർഡിലോട്ട് ഒട്ടിക്കണം. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ നമുക്ക് പറ്റൂല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലിങ്ങനെയാണ് വരുന്നത്. പിന്നെ പക്ഷേ ഇതിലിങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റൂല. അതുകൊണ്ട് തിരിച്ച് വെച്ച് ഒട്ടിക്കുക, ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. നോക്കി ചെയ്യണം, ഇല്ലെങ്കിൽ ഷോർട്ടാവും. നമ്മൾ പെൻഡ്രൈവ് അടിച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഡാമേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബോർഡിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ശേഷം നമുക്കിത് പശ വെച്ചൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ടാബ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു OTG അഡാപ്റ്റർ വേണം. ഇതിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തു. വർക്കാവുമെന്ന് നോക്കാം. വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കൂടെ ഊരിയിട്ട് കണക്ട് ചെയ്ത് വെക്കാം.
ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഊരിയിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം. അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അറാളേറ്റാണ്. ഇതേപ്പോൾ എനിക്ക് കിട്ടിയുള്ളൂ. MC-യിലുണ്ടെങ്കിൽ അതായാലും മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ പോലെ ആക്കിയെടുക്കാനാണ്. പിന്നെ അപ്പോൾ ഇൻസുലേഷൻ ടേപ്പാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഈ ടേപ്പ് ഇത്തിരി പോലെ മതിയാവും, ജസ്റ്റ് ഇവിടെ ഒന്ന് ഒട്ടിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സിസർ ഉപയോഗിച്ച് ചെറിയൊരു പീസ് മതി. അത് കഴിഞ്ഞ് നമുക്ക് ഒരാളുടെ ആയിട്ട് എടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ലവർക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ രീതിയിൽ കിട്ടും. ഒരേ കളറായിരിക്കും, ഒരു കറുത്ത. These expectations, they keep weighing me down. My heart is begging me to get the hell out of my head. I'm gonna live inside the upside down for a minute and pretend, honey, I'm a perfect 10. Whoa, honey, I'm a perfect 10. Whoa, and if I say it enough, it gets ingrained in my head, and I start to think, honey, I'm a perfect 10. ഇത്തിരി വെള്ളം കൂടെ വെച്ച് നിങ്ങളൊന്ന് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഈ ഒട്ടണത് മാറിക്കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കാണാൻ ഒരു ലുക്കിന് വേണ്ടി കട്ട് ചെയ്ത്. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted. സാധാ ഈ ബോഡി മതി. ബോഡി നമുക്കൊന്ന് ഊരിയിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് കണ്ടിരുന്ന പോലെ അങ്ങ് വെച്ചിരുന്നാൽ മതി. നമ്മളതിനു മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇവിടെ ഉള്ള ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളുടെ കൂടെ ഒന്ന് തേച്ച് വെക്കാം. Burning the bridge that keeps us. I'm here and I'm feeling fearless. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step still, hanging in the balance. Not the life I want to live, I want to take it all. Standing tall, fear outweighed the person you are. നമ്മൾ സാധനം റെഡിയായി. ഇനിയിപ്പോൾ ഇത് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. 3 hours later. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടിച്ചത് നല്ല കട്ടിയായിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് ഇത്തിരി ഒന്ന്
നല്ല വൃത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ചിലർക്ക് സംശയം തോന്നുന്നത് എന്തിനാണ് ഇത്രയും വലിയ വയർ വെച്ചതെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് വെച്ചാലും കട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലക്ക് വീണ്ടും എടുത്ത് വെച്ചാൽ മതി. അല്ലാതെ ഈ ഫ്ലക്ക് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വയറും കൂടെ വെച്ചത്. ഞാനിപ്പോൾ 150 പേപ്പറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നല്ല വൃത്തി ഉണങ്ങിയ ശേഷമേ ഇത് ചെയ്യാൻ നോക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പശ വീണ്ടും അത് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വൃത്തി ഉണങ്ങിയ ശേഷം ചെയ്യണമായിരിക്കും നല്ലത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും കൂടെ. ഓക്കെ, ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം 29 GB. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഇത് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.